നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ് ആണ്. സോ വാട്ട് യു മീൻ ബൈ പ്രഷർ? പ്രഷർ ഈസ് ഡിഫൈൻഡ് ആസ് ദ എക്സ്റ്റേണൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നതിനെയാണ് നമ്മളത് പറയുന്നത് പ്രഷർ എന്ന് പറയുന്നത്. If dF is the force acting on the area dA in the normal direction, ഒരു നോർമൽ ഡയറക്ഷനിൽ ഡി എന്ന് പറയുന്ന ഒരു ചെറിയ ഏരിയയിൽ ഡി എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യും. ആ പ്രഷറിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി എഫ് ബൈ ഡി എ. ഇനി ആ ഫോഴ്സ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, ത്രൂ ഔട്ട് ഏരിയയിലും ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്ന് എഴുതാം. അപ്പോൾ പ്രഷറിൻ്റെ ഫോഴ്സിൻ്റെ യൂണിറ്റ് നമുക്കറിയാം ന്യൂട്ടൺ, ഏരിയയുടെ യൂണിറ്റ് നമുക്കറിയാം മീറ്റർ സ്ക്വയർ. സോ ദ യൂണിറ്റ് ഓഫ് പ്രഷർ ഈസ് വാട്ട്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്നൊക്കെ നമുക്ക് പ്രഷറിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. എസ് ഐ യൂണിറ്റ് നമുക്ക് പാസ്കൽ എന്ന് പറയാം, the unit of pressure. If there is no mass of fluid, the pressure will be zero. അതായത് ഫ്ലൂയിഡിൽ ഒരു മാസും ഇല്ല എങ്കിൽ നമ്മൾ അവിടെ ആ ഫ്ലൂയിഡിൽ ഉള്ള പ്രഷർ എന്താന്ന് പറയും? ദ പ്രഷർ വിൽ ബി സീറോ ആൻഡ് ഈസ് നോൺ ആസ് അബ്സല്യൂട്ട് സീറോ ഓർ അബ്സല്യൂട്ട് വാക്വം. അപ്പം ഇഫ് ദർ ഈസ് നോ മാസ് ഓഫ് ഫ്ലൂയിഡ്, ഫ്ലൂയിഡിനകത്ത് ഒരു മാസും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ പ്രഷർ എന്താന്ന് പറയാം? ദ പ്രഷർ വിൽ ബി സീറോ ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ്, ആ സീറോ ആകുന്ന പ്രഷറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് പ്രഷർ ഓർ അബ്സല്യൂട്ട് വാക്വം എന്ന് പറയാം. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രഷർ ഫോഴ്സ് എന്തൊക്കെയാണ്? ഒരു പ്രഷർ ഫോഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്ന്, നമ്മൾ പറഞ്ഞല്ലോ എക്സ്റ്റേണൽ ആണ്. പ്രഷർ ഫോഴ്സ് എക്സ്റ്റേണൽ ആണ്. അത് പ്രഷർ ഉണ്ടാകുന്ന എപ്പോഴും എക്സ്റ്റേണൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. നമ്മളൊരു യൂണിറ്റ് ഏരിയയിലേക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ അറിയേണ്ട ഒരു കാര്യം, ഈ നമ്മളൊരു ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അവിടെ ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ബോഡിക്ക് അകത്ത് ഇന്റേണലായിട്ട് ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് ആ യൂണിറ്റ് ഏരിയയിൽ എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രെസ്. അപ്പോൾ സ്ട്രെസ്സിൻ്റെ യൂണിറ്റും പ്രഷറിൻ്റെ യൂണിറ്റും സെയിം തന്നെയാണ്, ബട്ട് എഫക്റ്റ് രണ്ടും രണ്ട് രീതിയിലാണ് പറയുന്നത്. എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ്, ഒരു യൂണിറ്റ് ഏരിയയിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ് പ്രഷർ. എന്നാൽ ആ യൂണിറ്റ് ഏരിയയിൽ തന്നെ ഇന്റേണൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണെന്ത്? സ്ട്രെസ്. അപ്പോൾ ക്യാരക്ടേഴ്സ് ഓഫ് പ്രഷർ ഫോഴ്സിൽ ഒന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിരിക്കും. ഇനി പ്രഷർ ഫോഴ്സ് നോർമൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. നോർമലായിട്ടായിരിക്കും. അതായത് നമ്മളൊരു ഏരിയയിലേക്ക് ഫോഴ്സ് കൊടുക്കേണ്ടത് നോർമൽ, ആ സർഫസിന് നോർമലായിട്ടാണ് ഫോഴ്സ് കൊടുക്കേണ്ടത്. അപ്പോഴാണ് അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നത്. സോ നോർമൽ ആയിരിക്കും. അതുപോലെ കംപ്രസീവ് നേച്ചർ ആയിരിക്കും. നമ്മളൊരു ബോഡിയിലേക്കാണല്ലോ കൊടുക്കുന്നത്. സോ അതിൻ്റെ എഫക്റ്റ് എന്ത് നേച്ചർ ആയിരിക്കും? കംപ്രസീവ് നേച്ചർ ആയിരിക്കും ആ പ്രഷർ ഫോഴ്സിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. അതുപോലെ പ്രഷർ ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. പ്രഷർ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതായത് മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്, നമ്മൾ ഡയറക്ഷൻ പറയുന്നില്ല. സോ പ്രഷർ ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ദ യൂണിറ്റ് ഓഫ് പ്രഷർ എന്ന് പറയാം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എസ് എ യൂണിറ്റ്, അല്ലെങ്കിൽ നമുക്ക് പാസ്കൽ എന്ന് പറയാം. 1 കിലോ പാസ്കൽ എന്ന് പറഞ്ഞാൽ 10⁻³ പാസ്കൽ ഈക്വലാണ്. അതുപോലെ പ്രഷറിൻ്റെ മറ്റൊരു യൂണിറ്റ് ആണ് ബാറിൽ പറയാം. 1 ബാർ എന്ന് പറഞ്ഞാൽ 10⁵ പാസ്കൽ അല്ലെങ്കിൽ 10⁻² കിലോ പാസ്കൽ ആണ്. അതുപോലെ മെഗാ പാസ്കലും പറയാറുണ്ട് ഹൈ പ്രഷറുകൾ. സോ 1 മെഗാ പാസ്കൽ എന്ന് പറയുന്നത് 10⁻6 പാസ്കൽ ആണ്, അല്ലെങ്കിൽ 10⁻³ കിലോ പാസ്കൽ എന്ന് പറയാം, അല്ലെങ്കിൽ 10 ബാർ എന്ന് പറയാം. 1 megapascal is equal to 10⁻6 pascal or 10⁻³ kilopascal or 10 bar. അപ്പോൾ ഡൈമെൻഷൻസ് എന്താണ് ഒരു പ്രഷറിന്റെ ഡൈമെൻഷൻ? എം എൽ ദ പവർ ഓഫ് -1 ടി ദ പവർ ഓഫ് -2. അപ്പോൾ പ്രഷറിന്റെ ഡൈമെൻഷൻ എന്താണ്? എം എൽ -1 ടി ദ പവർ ഓഫ് -2 ആണ് ഡൈമെൻഷൻ ഓഫ് വാട്ട്? പ്രഷർ. ഇനി നമുക്ക് പ്രഷറിനെ അബ്സല്യൂട്ട്, ഗേജ്, അറ്റ്മോസ്ഫിയറിക്, വാക്വം പ്രഷർ എന്ന് നമുക്ക് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? പി അറ്റ്മോസ്ഫിയർ. ദ പ്രഷർ എക്സേർട്ടഡ് ബൈ അറ്റ്മോസ്ഫിയർ ഓൺ എ സർഫസ്. അതായത് ഒരു സർഫസിൽ അറ്റ്മോസ്ഫിയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്.
ഇനി അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് മീൻ സീ ലെവൽ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 760 mm ഓഫ് എച്ച് ജി. മെർക്കുറിയിൽ പറയുകയാണെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 760 mm ഓഫ് എച്ച് ജിക്ക് ഈക്വലാണ്. സെൻറ്റിമീറ്ററിൽ പറയുകയാണെങ്കിൽ 760 സെൻറ്റിമീറ്റർ ഓഫ് എച്ച് ജി ആണ്. അതുപോലെ 760 ടോർ ആണ്. അതുപോലെ തന്നെ കിലോ പാസ്കൽ ആണെങ്കിൽ അത് 101.325 കിലോ പാസ്കൽ ആണ്. ബാറിലാണ് പറയുന്നതെങ്കിൽ അത് 1.01325 ബാർ ആയിരിക്കും. അത് വാട്ടറിൽ പറയുകയാണെങ്കിൽ 10.336 മീറ്റേഴ്സ് ഓഫ് വാട്ടർ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ പ്രഷറിൻ്റെ ഒരു 1 അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ പല യൂണിറ്റ് ആയിട്ട് നമുക്ക് പറയാം. അത് 760 mm ഓഫ് എച്ച് ജി ആണ്. അതുപോലെ 76 സെൻറ്റിമീറ്റർ ഓഫ് എച്ച് ജി ആണ്. മെർക്കുറിയിൽ നമ്മൾ MM പറയുന്നു, സെൻറ്റിമീറ്ററിലും പറയുന്നു. ദെൻ 760 ടോർ അല്ലെങ്കിൽ 101.325 കിലോ പാസ്കൽ അല്ലെങ്കിൽ 1.01325 ബാർ അല്ലെങ്കിൽ 10.336 മീറ്റേഴ്സ് ഓഫ് വാട്ടർ. അടുത്ത വരുന്നതാണ് ഗേജ് പ്രഷർ. അപ്പോൾ ഗേജ് പ്രഷർ മീൻസ് വെൻ എ പ്രഷർ ഇൻ എ ഫ്ലൂയിഡ് ഈസ് മെഷേർഡ്. നമ്മളൊരു ഫ്ലൂയിഡിനകത്ത് പ്രഷർ മെഷർ ചെയ്യുകയാണ് എബോ അറ്റ്മോസ്ഫിയറിക്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് മുകളിലുള്ള ഒരു പ്രഷറാണെന്ന് വിചാരിക്കുക. ആ പ്രഷറാണ് നമ്മൾ ഫ്ലൂയിഡിൻ്റെ മെഷർ ചെയ്തതെങ്കിൽ ആ പ്രഷറിനെ നമ്മൾ പോസിറ്റീവ് പ്രഷർ അല്ലെങ്കിൽ എന്ത് പറയാം? ഗേജ് പ്രഷർ എന്ന് പറയാം. സോ വെൻ പ്രഷർ ഇൻ എ ഫ്ലൂയിഡ് ഈസ് മെഷേർഡ് എബോവ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, then that pressure is called what? Gauge pressure. അതുപോലെ നെക്സ്റ്റ് വൺ ആണ് PV, അതായത് വാക്വം പ്രഷർ. ഇഫ് ദ പ്രഷർ അറ്റ് എനി പോയിന്റ് ഈസ് ബിലോ അറ്റ്മോസ്ഫിയറിക് ദെൻ ഗേജ് പ്രഷർ ഈസ് നെഗറ്റീവ്. അപ്പോൾ നമ്മളിങ്ങനെ പ്രഷർ മെഷർ ചെയ്യുമ്പോൾ ആ പ്രഷറിൻ്റെ വാല്യൂ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കുറവാണ് വരുന്നതെങ്കിൽ അവിടുത്തെ ഗേജ് പ്രഷർ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവിലേക്ക് പോകും. ആ നെഗറ്റീവ് ഗേജ് പ്രഷറിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വാക്വം പ്രഷർ എന്ന് പറയാം. വാക്വം പ്രഷർ. അപ്പോൾ വാക്വം പ്രഷർ PV ഈസ് ഈക്വൽ ടു -PG ആണ്. ഗേജ് പ്രഷറിന്റെ നെഗറ്റീവ് ഓഫ് ഗേജ് പ്രഷർ. ഇനി അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് വെൻ പ്രഷർ ഇൻ എ ഫ്ലൂയിഡ് ഈസ് മെഷേർഡ് എബോവ് ദ അബ്സല്യൂട്ട് സീറോ. നമ്മൾ എന്താണ് അബ്സല്യൂട്ട് സീറോ ഓർ കംപ്ലീറ്റ് വാക്വം നമ്മൾ പറഞ്ഞതാണ്. എപ്പോഴാണോ പ്രഷർ സീറോ ആകുന്നത് അപ്പോഴാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? അബ്സല്യൂട്ട് സീറോ ഓർ കംപ്ലീറ്റ് വാക്വം എന്ന് പറയുന്നത്. അപ്പം വെൻ എ പ്രഷർ ഇൻ എ ഫ്ലൂയിഡ് ഈസ് മെഷേർഡ് എബോവ് ദ അബ്സല്യൂട്ട് സീറോ ഓർ കംപ്ലീറ്റ് വാക്വം. നമ്മളൊരു ഫ്ലൂയിഡിൻ്റെ പ്രഷർ മെഷർ ചെയ്യുന്നത് ഈ അബ്സല്യൂട്ട് സീറോയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ ഈ കംപ്ലീറ്റ് വാക്വത്തിന് മുകളിലാണെങ്കിൽ ആ പ്രഷറിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയാം. ഈ അബ്സല്യൂട്ട് പ്രഷർ രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. ഗേജ് പ്രഷർ വെച്ച് എഴുതുവാണെങ്കിൽ അബ്സല്യൂട്ട് പ്രഷർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഈസ് ആൾവേസ് പോസിറ്റീവ് because the pressure in a fluid is measured above the absolute zero or complete vacuum. അതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് പ്രഷർ എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. രണ്ട് രീതിയിൽ നമുക്ക് അതിനെ എഴുതാൻ പറ്റും. ഫസ്റ്റ് വൺ, അബ്സല്യൂട്ട് പ്രഷർ ഈസ് ദ സം ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതാണല്ലോ നമ്മുടെ റെഫറൻസ്. അതേ പ്ലസ് ഗേജ് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് എന്തായിരിക്കും? ഗേജ് പ്രഷർ ആയിരിക്കും അബ്സല്യൂട്ട് പ്രഷർ. ഈ ഗ്രാഫിൽ നിന്ന് നമുക്കിത് മനസ്സിലാക്കാം. സി, ദിസ് ഈസ് ദ അബ്സല്യൂട്ട് സീറോ പ്രഷർ ലൈൻ. Here the pressure increases. See, ഇവിടെയാണ് നമ്മളുടെ റെഫറൻസ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഒരു സീ ലെവലിൽ നമ്മൾ എടുത്തിരിക്കുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് മുകളിലോട്ടുള്ള പ്രഷറുകളെയാണ് ഗേജ് പ്രഷർ എന്നും ഈ അബ്സല്യൂട്ട് പ്രഷറിന് താഴെയുള്ള പ്രഷറാണെന്ത്? വാക്വം പ്രഷർ. അബ്സല്യൂട്ട് പ്രഷർ നമ്മൾ പറഞ്ഞല്ലോ, അത് എപ്പോഴും മെഷർ ചെയ്യുന്ന ഏതിന് എബോ ആയിട്ടാണ്? അബ്സല്യൂട്ട് സീറോ അല്ലെങ്കിൽ കംപ്ലീറ്റ് വാക്വം. അതായത് ഇതിന് ഈ ഒരു ലൈന് മുകളിലായിട്ടാണ് മെഷർ ചെയ്യുന്നത്. രണ്ട് രീതി നമുക്ക് പറയാം. ഞാൻ ഇവിടുത്തെ ഒരു എ എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷറാണ് റീഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടുത്തെ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ദൂരമാണ്. അപ്പോൾ അത് എന്തിൻ്റെയൊക്കെ സമ്മാണ്? ഇവിടെ വരെ വരുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷറും പിന്നെ ഇങ്ങോട്ടുള്ള ഗേജ് പ്രഷറും. അങ്ങനെയാണ് അബ്സല്യൂട്ട് പ്രഷർ ഈസ് ദ സം ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് എന്ത് പറയാം? ഗേജ് പ്രഷർ. അതേപോലെ നമുക്ക് ഈ ബി എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷറാണ് നമുക്ക് കാണേണ്ടതെങ്കിൽ അവിടുത്തെ പ്രഷർ നമുക്ക് എങ്ങനെ എഴുതാം? അബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു ഇവിടുന്ന് ഇവിടെ വരെയുള്ള പ്രഷർ നമുക്കറിയാം ടോട്ടൽ. അതേതാണ്? ഇവിടുന്ന് ടോട്ടൽ ഇവിടെ വരെയുള്ള പ്രഷർ അറ്റ്മോസ്ഫിയറിക് ആണ്. അപ്പോൾ അത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇതിന് താഴെ ഇവിടുന്ന് ഈ ബി വരെയുള്ള പോയിന്റ്, ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് ബി വരെയുള്ള പോയിന്റുള്ള പ്രഷർ എന്താണ്? വാക്വം പ്രഷർ. അപ്പോൾ ഈ പി അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഈ വാക്വം പ്രഷർ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? അബ്സല്യൂട്ട് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അബ്സല്യൂട്ട് പ്രഷർ എങ്ങനെയായാലും അത് പോസിറ്റീവ് വാല്യൂ ആണ്. രണ്ട് രീതിയിൽ നമുക്ക് കാണും. കാരണം റിഫറൻസ് അബ്സല്യൂട്ട് സീറോ പ്രഷർ ലൈനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അബ്സല്യൂട്ട് പ്രഷർ എപ്പോഴും പോസിറ്റീവാണ്. രണ്ട് രീതിയിൽ നമുക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്ന്, അബ്സല്യൂട്ട് പ്രഷർ ഈസ് ദ സം ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് gauge pressure. Then absolute pressure is equal to atmospheric pressure minus vacuum pressure. PV ഞാൻ റെപ്രസെന്റ് ചെയ്ത വാക്വം പ്രഷറിനെയാണ്. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ലോ ആണ് പാസ്കൽ ലോ. എന്താണ് പാസ്കൽ ലോ എന്ന് പറയുന്നത്?
പാസ്കൽ ലോ പറയുന്നത് പ്രഷർ അറ്റ് എ പോയിന്റ് ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ്, അതായത് റെസ്റ്റിലിരിക്കുന്ന ഒരു ഫ്ലൂയിഡ് ആണെന്ന് കരുതുക. അപ്പം അങ്ങനെ റെസ്റ്റിലിരിക്കുന്ന ഒരു ഫ്ലൂയിഡിൽ ഒരു പോയിന്റിൽ ഒരു പ്രഷർ ആക്ട് ചെയ്യുവാണെങ്കിൽ അത് ഈക്വലി എല്ലാ ഡയറക്ഷനിലേക്കും എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. അതാണ് പറഞ്ഞത് പ്രഷർ അറ്റ് എ പോയിന്റ് ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻ. എല്ലാ ഡയറക്ഷനിലേക്കും അത് ഈക്വലൈസ് ചെയ്യപ്പെടും. അതായത് ഒരു പ്രഷർ നമ്മൾ അവിടെ ഒരു ഫ്ലൂയിഡിൽ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുവാണെങ്കിൽ ആ പ്രഷറിന് 3 ഡയറക്ഷനിലേക്ക് പോകാം, പി എക്സ്, പി വൈ, പി സെഡ്. അതായത് 3 ഡയറക്ഷനിലെ പ്രഷറും പി എക്സ് ഈസ് ഈക്വൽ ടു പി വൈ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, പി ഇസഡ് ആയിരിക്കും. ഈ ലോ ആണ് നമ്മൾ എന്ത് പറയുന്നത്, പാസ്കൽ ലോ എന്ന് പറയുന്നത്. ഇനി പാസ്കൽ ലോ ഈസ് വാലിഡ് ഓൺലി ഫോർ സ്റ്റാറ്റിക് ഫ്ലൂയിഡ്. ഈ പാസ്കൽ ലോ വാലിഡ് ആകുന്നത് എപ്പോൾ മാത്രമാണ്, സ്റ്റാറ്റിക് ഫ്ലൂയിഡിന് മാത്രമാണ് ഈ പാസ്കൽ ലോ എന്താകുന്നത്, വാലിഡ് ആകുന്നത്. ഇൻ ആബ്സെൻസ് ഓഫ് ഷിയർ ഫോഴ്സിന്റെ ആബ്സെൻസിൽ, അഭാവത്തിൽ, പാസ്കൽസ് ലോ ഈസ് ആപ്ലിക്കബിൾ ഫോർ എ ഫ്ലൂയിഡ് ഇൻ മോഷൻ ആൾസോ. അതായത് നമ്മൾ പറഞ്ഞു പാസ്കൽ ലോ വാലിഡ് ആകുന്നത് സ്റ്റാറ്റിക് ഫ്ലൂയിഡുകളിലാണ്. ഇനി ഷിയർ ഫോഴ്സ് ഇല്ലാത്തൊരു കേസ് എടുക്കുകയാണെങ്കിൽ ഈ പാസ്കൽ ലോ എവിടെയും നമുക്ക് അപ്ലൈ ചെയ്യാം. പാസ്കൽ ലോ ഈസ് ആപ്ലിക്കബിൾ ഫോർ എ ഫ്ലൂയിഡ് ഇൻ മോഷൻ ആൾസോ. ഒരു മോഷനുള്ള ഫ്ലൂയിഡിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. കണ്ടീഷൻ ഇതാണ്, അവിടെ എന്ത് കാണാൻ പാടില്ല, ഷിയർ ഫോഴ്സ് കാണാൻ പാടില്ല. അടുത്ത നമ്മൾ പറയുന്നതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ. അപ്പോൾ എന്താണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ? അതിൻ്റെ ഒരു ഇക്വേഷൻ ഇതാണ്, ഡി പി ബൈ പി ഇസ് ഈക്വൽ ടു പി ഇസഡ്. നമ്മൾ ഇവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് വൈ ഇസഡ് 3 ആക്സിസ് ഉണ്ട്. ഇത് ഒരു ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് താഴോട്ടായിരിക്കും എപ്പോഴും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ പറയുന്നത് ഡി പി ബൈ ഡി ഇസഡ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് റോ ജി. അതായത് ഫോർ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ്, ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ആണെങ്കിൽ ദ ഫ്ലൂയിഡ് പ്രഷർ വേരീസ് ഓൺലി ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ, ദാറ്റ് ഇസ് എ ഡയറക്ഷൻ. അതായത് ഫ്ലൂയിഡിൻ്റെ പ്രഷർ വേരി ചെയ്യുന്നത് ഏത് ഡയറക്ഷനിൽ മാത്രമാണ്, ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിൻ്റെ പ്രഷർ വേരി ചെയ്യുന്നത് വെർട്ടിക്കൽ ഡയറക്ഷൻ. നമ്മൾ ഓൾറെഡി പാസ്കൽ ലോ പറഞ്ഞിരുന്നു, ഒരു പോയിന്റിലേക്ക് ആക്ട് ചെയ്യുന്ന പ്രഷർ എല്ലാ ഡയറക്ഷനിലേക്കും ഈക്വലി ട്രാൻസ്മിറ്റ് ചെയ്യും. ഇവിടെ പറയുന്നത് ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിൻ്റെ പ്രഷർ വേരി ചെയ്യുന്നത് വെർട്ടിക്കൽ ഡയറക്ഷൻ, അതായത് ഇവിടെ നമ്മൾ ഇസഡ് ഡയറക്ഷൻ എടുക്കുക, വെർട്ടിക്കലായിട്ട് ഇസഡ് ഡയറക്ഷനിലാണ്. ആൻഡ് the magnitude of pressure gradient in vertical direction and is equal to the specific weight of the fluid. അതായത് പ്രഷർ ഗ്രേഡിയൻറ്റ്, അതായത് ഡി പി ബൈ ഡി ഇസഡ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, അവിടുത്തെ മാഗ്നിറ്റ്യൂഡ് ഓഫ് പ്രഷർ ഗ്രേഡിയൻറ്റ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഉള്ള പ്രഷർ ഗ്രേഡിയൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, ഈക്വൽ ടു ദ സ്പെസിഫിക് വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ്. ആ ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് വെയിറ്റ്, അതാണ് റോജിക്ക് ഈക്വലാണ്. ആ നെഗറ്റീവ് സൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, പ്രഷർ ഇൻക്രീസസ് ഇൻ വെർട്ടിക്കൽ. Negative sign represent that the pressure increases in vertically downward direction for a static fluid. ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത് ഏത് അപ്വേർഡിലല്ല, പ്രഷർ ഇൻക്രീസസ് ഇൻ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ. എത്രത്തോളം ഡൗൺവേർഡിലേക്ക് പോകുന്നോ അവിടെ ആ ഡൗൺവേർഡ് പോകുന്നതിനനുസരിച്ച് അവിടുത്തെ പ്രഷർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇൻക്രീസ് ചെയ്യും. അതാണ് ഈ ഡി പി ബൈ ഡി ഇസഡ് ഈസ് ഈക്വൽ ടു എന്താണ്, നെഗറ്റീവ് റോ ജി. ഈ ലോയെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ. ഇതാണ് കണ്ടീഷൻ പറയുന്നത്, ഇത്രയേ ഉള്ളൂ. ഫോർ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് the fluid pressure varies only in vertical direction, z direction, and magnitude of pressure gradient in vertical direction is equal to the specific weight of the fluid. dp by dz is equal to negative rho g. നെഗറ്റീവ് സൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്, പ്രഷർ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിൻ്റെ എന്ത് ചെയ്യുന്നത്, കൂടുന്നത്. ഓക്കെ, ഇനി the fluid pressure is independent of the shape of the container. അതായത് ഈ ഫ്ലൂയിഡ് പ്രഷർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതിരിക്കുന്ന ആ ഫ്ലൂയിഡ് ഇരിക്കുന്ന കണ്ടെയ്നറിൻ്റെ ഷേപ്പിനെ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡൻറ്റ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡൻ്റ് ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഡെപ്ത് ഓഫ് ദ സ്റ്റാറ്റിക് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. എന്തിനെ മാത്രമേ അപ്പം ഒരു ഫ്ലൂയിഡിൻ്റെ പ്രഷർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. ഈ ഫ്ലൂയിഡ് ഇരിക്കുന്ന കണ്ടെയ്നറിൻ്റെ ഷേപ്പ് എന്തും ആയിക്കോട്ടെ, റെക്റ്റാങ്കുലർ, ട്രപ്പിസോയിഡൽ, എന്ത് ഷേപ്പ് ആയിക്കോട്ടെ, ട്രയാങ്കുലർ ഷേപ്പ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഷേപ്പ് ആയിക്കോട്ടെ, എന്നാൽ അതിരിക്കുന്ന കണ്ടെയ്നറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഫ്ലൂയിഡിൻ്റെ പ്രഷർ. എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഡെപ്ത് ഓഫ് സ്റ്റാറ്റിക് ഫ്ലൂയിഡ്. സ്റ്റാറ്റിക് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിൻ്റെ ഡെപ്തിനെ മാത്രമേ അത് ഡെപ്തിനനുസരിച്ച് എന്ത് ചെയ്യും, വേരി ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറയുന്നത്, ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. ഓക്കെ,
ഇത് പല പല ഇത് കാണിച്ചിരിക്കുന്നതാണ്. നമുക്ക് അത്രയും നോക്കണ്ട. കമ്പാരിസൺ ഓഫ് പ്രഷർ അറ്റ് ബോട്ടം ആൻഡ് വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഇൻ 3 കണ്ടെയ്നർ. 3 കണ്ടെയ്നറിലും ഉണ്ടാകുന്ന വെയിറ്റിൻ്റെ അതുപോലെ പ്രഷർ, ബോട്ടത്തിൽ ഉണ്ടാകുന്ന പ്രഷറിൻ്റെ ഒരു കമ്പാരിസൺ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ റോ ജി എച്ച് ആണ്, ഇവിടുത്തെ പ്രഷർ എന്താണ് റോ ജി എച്ച് ആണ്, ഇവിടുത്തെ പ്രഷർ എന്താണ് റോ ജി എച്ച് ആണ്. ഫോഴ്സുകളുടെ മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പക്ഷെ പ്രഷർ എപ്പോഴും റോ ജി എച്ച് എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. ഓക്കെ. കൺവേർഷൻ ഓഫ് ലിക്വിഡ് കോളം. നമ്മൾ റോ 1 H1 ഈസ് ഈക്വൽ ടു എന്തെടുക്കാം, റോ 2 H2. അങ്ങനെയാണെങ്കിൽ H2 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, റോ 1 ബൈ റോ 2 ഇൻറ്റു H1. അതായത് ഹയർ ദ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്, ലിക്വിഡിൻ്റെ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ ലെസർ ഈസ് ദ ഡെപ്ത് ഓഫ് ലിക്വിഡ് റിക്വയർഡ് ഫോർ എ ഗിവൺ ഫ്ലൂയിഡ് പ്രഷർ. ഹയർ ദ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്, ലെസർ ഈസ് ദ ഡെപ്ത് ഓഫ് ലിക്വിഡ്. ഡെൻസിറ്റി കൂടുമ്പോൾ ഡെപ്ത് എന്ത് ചെയ്യും, കുറയുന്നു. എന്തിന്, ഒരു റിക്വയർഡ് ഫോർ എ ഗിവൺ ഫ്ലൂയിഡ് പ്രഷർ. ഒരു ഗിവൺ ഫ്ലൂയിഡ് പ്രഷറിൽ ഡെൻസിറ്റി കൂടുമ്പോൾ എന്ത് കുറയുന്നു, ഡെപ്ത് കുറയുന്നു. സോ മെർക്കുറിയാണ് ഹൈ ഡെൻസിറ്റി ഉള്ളത്, ഹെൻസ് റിക്വയർ ലെസർ ഡെപ്ത് ഫോർ എ ഗിവൺ ഫ്ലൂയിഡ് പ്രഷർ. അപ്പോൾ ഒരു ഗിവൺ ഫ്ലൂയിഡ് പ്രഷറിൽ മെർക്കുറിക്ക് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് എന്ത് മതി, ലെസർ ഡെപ്ത് മതി. അതുകൊണ്ടാണ് ദിസ് ഈസ് വൺ ഓഫ് ദ റീസൺ വൈ മെർക്കുറി ഈസ് യൂസ്ഡ് ഇൻ മാനോമീറ്റർ. അപ്പം മെർക്കുറി മാനോമീറ്ററിൽ യൂസ് ചെയ്യുന്നതിനുള്ള പ്രധാന റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, മെർക്കുറിക്ക് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് അതിന് എന്ത് കുറവ് മതി, ഹെൻസ് റിക്വയർ ലെസർ ഡെപ്ത്. ഡെപ്ത് വളരെ കുറവ് മതി എന്ന് ഫോർ എ ഗിവൺ ഫ്ലൂയിഡ് പ്രഷർ. നമ്മൾ കൊടുക്കുന്ന ഒരു ഗിവൺ ഫ്ലൂയിഡ് പ്രഷറിൽ ഡെപ്ത് വളരെ കുറവ് മതി, ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട്. ആ ഒരു റീസൺ കൊണ്ടാണ് മെർക്കുറിയെ നമ്മൾ മാനോമീറ്ററുകളിൽ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. എന്താണ് ബാരോമീറ്റർ? ബാരോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ദ ലോക്കൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഏതെന്ന് പറയുന്നത്, ബാരോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇതുപോലെ ഒരു ഡിവൈസ് ആയിരിക്കും ബാരോമീറ്റർ എന്ന് പറയുന്നത്. അപ്പം ലോക്കൽ അറ്റ്മോസ്ഫിയർ പ്രഷർ നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഉണ്ടാകുന്ന പ്രഷർ പി വി ആണ്. പി വി പ്ലസ് റോ ജി എച്ച്, ഹൈറ്റ് നമ്മൾ പറഞ്ഞല്ലോ, എച്ച് ആണ് ഇവിടെ ഈ ഇതിനകത്തോട്ട് ബാരോമീറ്ററിലേക്ക് കയറിയിരിക്കുന്ന ലിക്വിഡിൻ്റെ അളവ് ഏതാണ്, ഹൈറ്റ് എച്ച് ആണ്. മെർക്കുറി ആണ് മേലോട്ട് വന്നിരിക്കുന്നത്. അപ്പം റോ ജി എച്ച് ആണ് ഡെൻസിറ്റി ഓഫ് മെർക്കുറി ഇൻറ്റു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻറ്റു ഹൈറ്റ്. എത്ര മാത്രമാണ് അതിലോട്ട് കയറിയിരിക്കുന്നത്. ഇനി ഇവിടുത്തെ വേപ്പർ പ്രഷർ പി വി എന്ന് പറയുന്ന പ്രഷർ വളരെ എന്താണ്, നെഗ്ലിജിബിൾ ആയിട്ട് നമ്മൾ കാണുക. അപ്പോൾ അത് നമുക്ക് ലോ വേപ്പർ പ്രഷറാണ്, അതുകൊണ്ട് തന്നെ അത് നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് എന്തിന് ഈക്വലായിരിക്കും, റോ ജി എച്ചിന് ഈക്വലായിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് മെഷർ ചെയ്യാം, പ്രഷർ നമുക്ക് ഒരു ഫ്ലൂയിഡിൻ്റെ മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഇനി അറ്റ്മോസ്ഫിയർ പ്രഷർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, സീ ലെവലിൽ 760 mm ഓഫ് എച്ച് ജി, അല്ലെങ്കിൽ 760 സെൻറ്റിമീറ്റർ ഓഫ് എച്ച് ജി, 760 ടോർ, അല്ലെങ്കിൽ 101.325 കിലോ പാസ്കൽ, അല്ലെങ്കിൽ 1.01325 ബാർ, അല്ലെങ്കിൽ 10.336 meters of water. Okay. ദെൻ നമ്മൾ പോകുന്നത് മാനോമീറ്റേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ മാനോമീറ്റർ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മാനോമീറ്റർ ഒരു പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പം മാനോമീറ്ററിനെ നമുക്ക് സിമ്പിൾ മാനോമീറ്റർ എന്നും ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്നും തിരിക്കാം. ഈ സിമ്പിൾ മാനോമീറ്ററിൽ തന്നെ നമുക്ക് പീസോമീറ്റർ, U2 മാനോമീറ്റർ, സിംഗിൾ കോളം മാനോമീറ്റർ എന്ന് തിരിക്കാം. ആ സിംഗിൾ കോളം മാനോമീറ്റർ തന്നെ വെർട്ടിക്കലും ഹൊറിസോണ്ടലുമാണ്. അതുപോലെ ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് ഉണ്ട്. രണ്ട് തരത്തിലുള്ള ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് ആണ്, U2 ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് ആൻഡ് ഇൻവേർട്ടഡ് U2 ഡിഫറൻഷ്യൽ മാനോമീറ്റർ. എന്താണ് പീസോമീറ്റർ? പീസോമീറ്റർ ഇതുപോലെ ഇരിക്കുന്ന ഒരു എൽ ഷേപ്പ് ഇരിക്കുന്ന ട്യൂബാണ്. നമ്മൾ ഏത് ഫ്ലൂയിഡിൻ്റെ പ്രഷറാണോ ഫൈൻഡ് ചെയ്യേണ്ടത്, അതിൻ്റെ പൈപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ പീസോമീറ്റർ നമ്മൾ കണക്ട് ചെയ്യും. അപ്പം ലിമിറ്റ്, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇവിടുത്തെ ഹൈറ്റ് കിട്ടും. അപ്പോൾ ഇവിടോട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ലിക്വിഡ് ഇങ്ങോട്ട് റൈസ് ചെയ്ത് കയറും ഇത് ഈ ട്യൂബിനകത്ത്. അവിടുത്തെ ഹൈറ്റ്, ഇവിടെ റെഫറൻസ് നമ്മൾ സെൻറ്റർ എടുക്കുക, ആ പൈപ്പിൻ്റെ സെൻറ്റർ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്താൽ അവിടുന്ന് എത്രത്തോളം ഫ്ലൂയിഡാണ് മേളോട്ട് കയറിയിരിക്കുന്ന ആ ഹൈറ്റ് നമുക്കറിയാം, എച്ച്. അത് വെച്ച് നമ്മൾ പ്രഷർ ഈസ് ഈക്വൽ ടു, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തോ ഇക്വേഷൻ, റോ ജി എച്ച്. അത് വെച്ച് നമുക്ക് പ്രഷർ എന്ത് ചെയ്യാം, മെഷർ ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് പീസോമീറ്റർ ട്യൂബ്. എന്നാൽ എന്താണ് ഇവിടുത്തെ ലിമിറ്റേഷൻ? cannot be used for ഗ്യാസിൽ യൂസ് ചെയ്യാൻ കഴിയില്ല. cannot be used to measure vacuum pressure. പോസിറ്റീവ് പ്രഷറുകൾ മാത്രമേ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റൂ. നെഗറ്റീവ് പ്രഷർ, അതായത് വാക്വം പ്രഷർ മെഷർ ചെയ്യാൻ കഴിയില്ല. cannot be used to measure high pressure. വളരെ ചെറിയ പ്രഷറുകളൊക്കെ നമുക്ക് പീസോമീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യാം. സിമ്പിൾ ഇക്വേഷനേ ഉള്ളൂ, റോ ജി എച്ച്. എന്നാൽ ഹൈ പ്രഷറുകൾ നമുക്ക് ഒരു കാരണവശാലും മെഷർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പീസോമീറ്റർ ഈ ഗ്യാസുകൾക്കും വാക്വം പ്രഷർ മെഷർ ചെയ്യാനും ഹൈ പ്രഷർ മെഷർ ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല.
അപ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, U2 മാനോമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ U2 മാനോമീറ്റർ ഒരു യു ഷേപ്ഡ് ട്യൂബാണ്. ആ യു ഷേപ്ഡ് ട്യൂബ് നമ്മൾ ഏത് പൈപ്പാണോ പ്രഷറാണോ, ഏത് പൈപ്പിലെ ഫ്ലൂയിഡിൻ്റെ പ്രഷറാണോ നമ്മൾ മെഷർ ചെയ്യേണ്ടത്, ആ പൈപ്പിൻ്റെ സെൻറ്ററിലേക്ക് നമ്മളത് കണക്ട് ചെയ്യുകയും എന്നിട്ട് ഡിഫറൻസ് റെഫറൻസ് പ്ലെയിൻ കാണും. ആ റെഫറൻസ് പ്ലെയിൻ ഇതൊരു മെർക്കുറിയാണ് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. ഈ മെർക്കുറിയുടെ ഹൈറ്റാണ് y എന്ന് പറയുന്ന റെഫറൻസ് ലൈനിൽ നിന്ന് ഈ ഫ്ലൂയിഡിൻ്റെ സെൻറ്റർ മുതൽ, പൈപ്പിൻ്റെ സെൻറ്റർ മുതൽ ഈ റെഫറൻസ് ലൈൻ വരെയുള്ള ഫ്ലൂയിഡിൻ്റെ ഹൈറ്റാണ് x എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രഷർ ഓൺ ദ ലെഫ്റ്റ് ലിംബ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻ ദ റൈറ്റ് ലിംബാണ്. അപ്പോൾ ഇവിടെ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി ρf ആണ്. അപ്പോൾ ρf ഇൻറ്റു ജി ഇൻറ്റു അവിടുത്തെ ഹൈറ്റ് എത്രയാണ്, x. അതെന്ന് പറയുന്നത് എന്തിന് ഈക്വലായിരിക്കും, ഇവിടുത്തെ അതുപോലെ തന്നെ ഇവിടുത്തെ പ്രഷർ, ഇവിടെ ഒരു പൈപ്പിൻ്റെ ഈ ഒരു പോയിന്റ് ഒരു പ്രഷർ ഉണ്ട്, അത് പി എന്ന് എടുക്കുക. അപ്പോൾ പി പ്ലസ് ρf ഇൻറ്റു ജി ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എന്തിരിക്കലാണ്, പ്രഷർ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ലിംബ്. റൈറ്റ് സൈഡിൽ ഒറ്റ ഫ്ലൂയിഡേ ഉള്ളൂ, മെർക്കുറി. അതിൻ്റെ ഹൈറ്റ് y ആണ്. അപ്പം മെർക്കുറി ആകുമ്പം ρm ഇൻറ്റു ജി ഇൻറ്റു അവിടെ എന്ത് വരും, y. അപ്പോൾ പി, ഈ പ്രഷർ, ഈ സെൻറ്ററിലുള്ള പ്രഷർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇക്വേഷൻ എന്തായിരിക്കും, പി ജി ഈസ് ഈക്വൽ ടു ρm ജി വൈ മൈനസ് ρf ജി എക്സ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു പൈപ്പിൻ്റെ സെൻറ്ററിലുള്ള പ്രഷർ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ മെഷർ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് ഒരു U2 മാനോമീറ്ററിൻ്റെ ഇത്. അപ്പോൾ ഇവിടെ U2 മാനോമീറ്ററിൻ്റെ ഈ ഫസ്റ്റ് കേസ് ഇതാണ്. സെക്കൻഡ് കേസിൽ മെർക്കുറി അങ്ങ് താഴോട്ട് പോകും, അതായത് മെർക്കുറി റെഫറൻസ് ലൈന് മുകളിൽ വരും. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു, ഇങ്ങോട്ടാണ് കയറുന്നത്, വെള്ളം അകത്തോട്ട് അങ്ങ് കയറി, അപ്പോൾ ഡൗൺ ആയി. ഇവിടോട്ട് വെള്ളം ഇങ്ങോട്ട് റൈസ് ചെയ്ത് പോയി, ഇവിടുന്ന് റെഫറൻസ് പ്ലെയിനിൽ നിന്ന് താഴോട്ട്. അപ്പോൾ ഇവിടെ മെർക്കുറി നോക്കിയേ, മെർക്കുറിയുടെ ഹൈറ്റ് x വരെ, തൊട്ട് മേളിലുള്ള ഹൈറ്റ് അനദർ ഫ്ലൂയിഡിൻ്റെ. അപ്പോൾ ഇവിടെ നമുക്ക് പ്രഷർ ഇൻ ദ ലെഫ്റ്റ് സൈഡ് ലിംബ് എന്ന് പറയുന്നത് ഏതാണ്, പി ഉണ്ട് പ്ലസ് ρf ജി വൈ പ്ലസ് പിന്നെ മെർക്കുറി ഉണ്ട്, അവിടെ ρm ജി എക്സ്. അപ്പോൾ ഇനി നമുക്ക് ഈ പ്രഷർ ഓൺ ദ റൈറ്റ് സൈഡ് എന്തായിരിക്കും, റൈറ്റ് സൈഡ് ഓഫ് ദി ലിംബ് ഈസ് ഈക്വൽ ടു എന്താ, 0. കാരണം ഇവിടെ ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ്. ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ അവിടെ പ്രഷർ എന്താണ്, 0. റെഫറൻസ് പ്ലെയിന് മുകളിലോട്ട് വേറെ ഒന്നും ഹൈറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ 0 ആണ്. അവിടെ നമുക്ക് പ്രഷർ കണ്ടുപിടിക്കുമ്പോൾ ഇത് രണ്ടും അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, നെഗറ്റീവ് ആവും. അങ്ങനെയാണ് പി ജി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ρf ജി വൈ മൈനസ് ρm ജി എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇനി പി ജി ഈസ് ഈക്വൽ ടു നമ്മൾക്ക് പി വി എന്ന് മാറ്റി കഴിഞ്ഞാൽ അത് വാക്വം പ്രഷർ. അപ്പോൾ വാക്വം പ്രഷർ ആണെങ്കിൽ ഇക്വേഷൻ എന്താ, ρf ജി വൈ പ്ലസ് ρm ജി എക്സ്. ഇങ്ങനെ നമുക്ക് യൂട്യൂബ് മാനോമീറ്ററിൻ്റെ സഹായത്തോടു കൂടി പ്രഷർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന അടുത്താണ് വെർട്ടിക്കൽ സിംഗിൾ കോളം മാനോമീറ്റർ. ഇതിനകത്തൊരു റിസർവെയർ കാണും. അപ്പോൾ റിസർവെയർ മറ്റേതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു U2 മാനോമീറ്റർ തന്നെ ഉണ്ട്. എന്നാൽ U2 മാനോമീറ്ററിൻ്റെയും ഈ പൈപ്പിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മളൊരു റിസർവെയറും കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കും. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് മെഷർ ചെയ്യാം, പ്രഷർ മെഷർ ചെയ്യുന്നതാണ് വെർട്ടിക്കൽ സിംഗിൾ കോളം മാനോമീറ്റർ. ഇവിടെ അസംഷൻ ഉണ്ട്, പ്രഷർ ഗ്രേറ്റർ ദാൻ എന്താ, അറ്റ്മോസ്ഫിയർ. ഇവിടുത്തെ പ്രഷർ എന്തായിരിക്കും, അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ എന്തായിരിക്കും, കൂടുതൽ ആയിരിക്കും. ഇനി റിസർവെയറിൽ നമുക്ക് റിസർവെയറിൻ്റെ ടോട്ടൽ ഏരിയ A ആണ്. ഇവിടെ ഉണ്ടായ റൈസ്, അതായത് ആദ്യത്തെ റെഫറൻസ് പ്ലെയിൻ ഇതായിരുന്നു, ഇനിഷ്യൽ ലെവൽ ഇവിടെ ആണ്, പിന്നെ നമ്മുടെ റെഫറൻസ് പ്ലെയിൻ തൊട്ട് താഴെ വന്നു. ഇത് തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ആണ് ഡെൽറ്റ എച്ച്. അപ്പോൾ ഏരിയ ഇൻറ്റു ടോട്ടൽ ഏരിയ ഓഫ് ദ റിസർവെയർ ഇൻറ്റു ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എന്തിന് ഈക്വലായിരിക്കും, സ്മോൾ എ ഇൻറ്റു എച്ച്. സ്മോൾ എ എന്ന് പറഞ്ഞാൽ ഈ പൈപ്പിൻ്റെ ഏരിയ ആണ്. എ ഇൻറ്റു ഇവിടുത്തെ ലെവൽ എന്താ, റെഫറൻസ് പ്ലെയിന് മുകളിലോട്ടുള്ള ഈ ഇനിഷ്യൽ ലെവലിൽ നിന്ന് മുകളിലോട്ടുള്ള ലെവൽ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആണ്. അപ്പോൾ എന്താ, എ ഇൻറ്റു എച്ച്. അപ്പം എ ഇൻറ്റു ഡെൽറ്റ എച്ച് ഇസിക്വൽ ടു എ ഇൻറ്റു എച്ച്. അപ്പോൾ ഡെൽറ്റ എച്ച് ആ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് എ ബൈ എ ഇൻറ്റു എച്ച്. ഈ എ എന്ന് പറയുന്നത്, സ്മോൾ എ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ക്യാപിറ്റൽ എ ആയിട്ട് നോക്കുമ്പോൾ വളരെ നെഗ്ലിജിബിൾ ആണ്. അപ്പം ഒരു വെർട്ടിക്കൽ സിംഗിൾ കോളം മാനോമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രഷർ എന്ത് ചെയ്യാം, മെഷർ ചെയ്യാം. അപ്പോൾ അവിടെ പ്രഷർ മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് പി ജി ഈസ് ഈക്വൽ ടു ρm ഇൻറ്റു ജി ഇൻറ്റു എച്ച് പ്ലസ് ഡെൽറ്റ എച്ച് മൈനസ് ρf ഇൻറ്റു ജി ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ എച്ച്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ പ്രഷർ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ പെർസെൻറ്റേജ് ഇറർ കാണാനുള്ള ഇക്വേഷൻ ഇത് നോക്കണ്ട, ഈ രണ്ട് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ഡെൽറ്റ എച്ച് ബൈ എച്ച് ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്രമാത്രം ഇറർ അവിടെ നിന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ സ്മോൾ എ ബൈ ക്യാപിറ്റൽ എ ഇൻറ്റു 100, അത് വെച്ചും നമുക്ക് പെർസെൻറ്റേജ് ഇറർ എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഡെൻസിറ്റി ഒക്കെ വെച്ച് പറയുകയാണെങ്കിൽ ρm ബൈ ρf ഇൻറ്റു ജി ഡെൽറ്റ എച്ച്
by rho m g into h plus delta h minus rho f g into x plus delta. rho m എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് മെർക്കുറി ആണ്, rho f എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ഡെൻസിറ്റി ഇൻറ്റു 100. അങ്ങനെ നമുക്ക് എക്സാക്ട് വാല്യൂ ഓഫ് പെർസെൻറ്റേജ് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് ഈ താഴത്തെ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാനായിട്ട് പറ്റും.